ശരിക്കും ഇന്നലത്തെ മാച്ച് എത്രത്തോളം ആവേശമുണ്ട്, എത്രത്തോളം ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് ആ ഒരു കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഉണ്ടോ എന്നുള്ളത് തോന്നിയിട്ടുണ്ടെങ്കിലും, പക്ഷെ മാച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്ക് ആ ഒരു ശക്തിയേറിയ രണ്ട് ടീമുകൾ, കാരണം ക്വാളിഫയറിൽ കയറിയിട്ടുള്ള രണ്ട് ടീമുകളാണ് RCB ആണെങ്കിലും SRH ആണെങ്കിലും, അത്യാവശ്യം നല്ല രീതിയിൽ അവർ ലീഗ് മാച്ചസിലെ കളിച്ച് ഓൾമോസ്റ്റ് ലീഗിന്റെ അവസാനത്തോടുള്ള മാച്ച് രണ്ട് തുല്യ ശക്തികൾ തന്നെ വേണമെങ്കിൽ പറയാം ഓൾമോസ്റ്റ് ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ. കാരണം രണ്ട് ടീമിന്റെയും ഏറ്റവും വലിയ കരുത്ത് നിറഞ്ഞ ബാറ്റിംഗ് തന്നെയാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ബൗളിങ്ങിലും നല്ല രീതിയിൽ അവർ ആ ഒരു മൂർച്ച കൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് രണ്ട് ടീമിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ കാരണം ഫസ്റ്റ് ജയിച്ച മാച്ചസിലൊക്കെ കൂടുതലും ബാറ്റിംഗിലാണ് ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ബൗളിങ്ങിലും കൂടി അവർ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ടുള്ള ഒരു ആ ഒരു ഏറ്റുമുട്ടലുണ്ടല്ലോ, അതാണ് ശരിക്കും ഇന്നലത്തെ മാച്ചിൽ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണെങ്കിൽ വെടിക്കെട്ടായിരുന്നു അഭിഷേക് ശർമ്മ ട്രാവിസ് ഹെഡിന്റെ. അതായത് ആ ഒരു ഇന്നലെ ട്രാവിസ് ഷേക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു കോംബോ തന്നെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോംബോ ഉണ്ടല്ലോ അത് ഗംഭീരമാണ്. കാരണം SRHന്റെ ഞാൻ നോക്കിയെടുത്തോളം മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മൾ GT കുറിച്ച് പറയുമ്പോൾ ആ ഒരു ടോപ്പ് ഓർഡേഴ്സിലുള്ള ബാറ്റ്സ്മാരുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് SRHന്റെയും പ്രത്യേകത. കാരണം ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ക്ലാസൻ, ഈ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിതീഷ് കുമാർ റെഡ്ഡിയും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം നിതീഷ് കുമാർ റെഡ്ഡിയുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ബോൾ ഇട്ടിട്ട് അടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 5 പേരടങ്ങുന്ന ഒരു ബാറ്റിംഗ് ഓർഡർ ഉണ്ട്. ആ ബാറ്റിംഗ് ഓർഡറിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ടീമിന് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. ഈ ഒരു ബാറ്റിംഗ് ഓർഡറിനെ പൊട്ടിക്കാനൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല RCB. അതിന്റെ റിസൾട്ടാണ് ശരിക്കും അവസാനം 55 റൺസിന് RCB തോറ്റതെന്ന് പറയാം. കാരണം എല്ലാവരും ഫോം, അതായത് ഇറങ്ങിയ എല്ലാവരും അവരുടെ കോൺട്രിബ്യൂഷൻ ഗംഭീരമായിട്ട് കൊടുത്തു. 4 വിക്കറ്റ് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. 255 റൺസാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പം SRH എടുത്തത്. ആൻഡ് SRHന്റെ ബൗളിംഗ് യൂണിറ്റും അങ്ങനെ തന്നെയാണ്. കിഡിലൻ ബൗളിംഗ് യൂണിറ്റ് ആണ്. ലീഡിംഗ് ഫ്രം ദ ഫ്രണ്ട് ക്യാപ്റ്റൻ തന്നെയാണ് പാറ്റ് കമിൻസ്. പാറ്റ് കമിൻസിന്റെ കൂടെ പുതിയതും പഴയതുമായിട്ടുള്ള എല്ലാ പ്ലേയേഴ്സും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ടീമാണ് SRH. അപ്പുറത്ത് ഭാഗത്ത് നോക്കിയാൽ RCB അങ്ങനെ തന്നെയാണ്. RCBന്റെ നല്ലൊരു ബാറ്റിംഗ് സെറ്റ് ഉണ്ട്. കാരണം കിങ് കോഹ്ലി നയിക്കുന്ന ഒരു ബാറ്റിംഗ് ഓർഡേഴ്സ് തന്നെ ഉണ്ട്. അവിടെയും അതുപോലെ തന്നെ ഒരാൾ ഫോം ആയാൽ കളി മാറ്റിമറിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ് അവിടെ ഉള്ളത്. ചില മാച്ചസിൽ കൃണാൽ പാണ്ഡ്യ ഫോം ആവുന്ന സമയത്ത് കഴിഞ്ഞ നമ്മൾ ഒരു മാച്ചിൽ കണ്ടായിരുന്നു, വെങ്കടേഷ് അയ്യർ ടോപ്പ് ഓർഡർ വന്നപ്പോൾ വെങ്കടേഷ് അയ്യറിന്റെ ഒരു ഫോം ഉണ്ടായിരുന്നു. കിങ് കോഹ്ലി ഒറ്റയ്ക്ക് കളിപ്പിക്കുന്ന കളികളുണ്ട്. ദേവദത്ത് പടിക്കൽ ഇപ്പൊ നല്ല ഫോമിലാണ്, കൺസിസ്റ്റന്റ് പ്ലെയർ ആണ്. രജത് പാട്ടിദാർ വെടിക്കെട്ട് അടിയടിക്കാൻ കെൽപ്പുള്ള താരാണ്. അതുപോലെ തന്നെ ടിം ഡേവിഡ്, സിക്സ് ഒക്കെ അടിക്കുന്നത് ഇത്ര സിക്സ് ഒക്കെ ഭയങ്കര ഈസി ആണോ എന്ന് ഫീൽ ചെയ്തു ആളടിക്കുന്ന കാണുന്ന സമയത്ത്. ക്യാമിയോ കളിക്കാൻ വേണ്ടി ജിതേഷ് ശർമ്മ, അങ്ങനെ അവിടെ ശരിക്കും SRHനെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഡെപ്ത് ഉള്ള ഒരു ബാറ്റിംഗ് ടീമാണ് RCB. അതുപോലെ തന്നെ ബൗളിംഗിൽ RCBയിൽ ഭുവനേശ്വർ കുമാർ ആൻഡ് ഹേസൽവുഡ്, രണ്ട് ബെസ്റ്റ് ബൗളേഴ്സ് ലീഡ് ചെയ്യുന്ന ആ ഒരു ടീം. അങ്ങനെയൊക്കെ പ്രത്യേകതകൾ. കൃണാൽ പാണ്ഡ്യ സൈക്കോ ടൈപ്പ് ബോളിംഗ് ആണ്, ആൾക്ക് വിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. സുയാഷ് ശർമ്മ അങ്ങനെ തന്നെ. അപ്പൊ ആ ഒരു സെറ്റാണ് രണ്ട് ടീമിന്റെയും ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. സെക്കൻഡ് ബാറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ചേസിങ്ങിലോട്ട് എത്താൻ വേണ്ടി പറ്റിയില്ല. മാക്സിമം 200 വരെ എത്തിച്ചു. പക്ഷെ എവിടേക്കോ വന്ന പാളിച്ചകൾ കാരണം വിക്കറ്റുകൾ കറക്റ്റ് ടൈമിൽ പാറ്റ് കമിൻസിന്റെ ടീം സെറ്റ് ചെയ്തെടുത്തത് കൊണ്ട് ഇന്നലെ RCBക്ക് ജയിക്കാൻ പറ്റിയില്ല എന്ന് വേണം പറയാം. ആദ്യം ബാറ്റ് ചെയ്ത SRHന്റെ 4 ഓവറിലെ സ്കോർ തന്നെ 45 ആണ്. 45 റൺ ആവുമ്പോഴാണ് ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത്. ട്രാവിസ് ഹെഡാണ് അവിടെ ഔട്ട് ആവുന്നത്. പക്ഷേ പവർ പ്ലേയിൽ തന്നെ വെടിക്കെട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 16 ബോളിൽ 26 റൺസ് എടുത്തിട്ട് 5 4 അടിച്ചിട്ടാണ് ട്രാവിസ് ഹെഡ് ആ ഒരു തുടക്കം കുറിച്ചത്. അവിടെ ഫസ്റ്റ് വിക്കറ്റ് പോയെങ്കിലും